എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഹാളാണ്. അപ്പം ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ ഇതായിട്ട് എൻ്റെ ബാഗ്. ഇതിൽ 3 സിപ്പും പിന്നെ ഇങ്ങനെ അടിയിലുള്ള സംഭവമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബാഡ്ജും അതുപോലെ തന്നെ ഒരു പൗച്ചും കിട്ടുന്നുണ്ട്. നല്ല രസമുള്ളൊരു ബാഡ്ജായിട്ട് നമുക്ക് ബാഗിന് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വയ്ക്കാം. ഇതിന് 620 രൂപയാണ് ഈ ബാഗിന് വരുന്നത്. അടുത്തത് എൻ്റെ അനിയത്തിൻ്റെ ബാഗാട്ടോ. ഇതാണ് അവളുടെ ബാഗ്. ഇത് അഡിഡാസിൻ്റെ ബാഗ്. അതിൽ 3 സിബാണ് വരുന്നത്. വളരെ നോർമലായിട്ടുള്ള ഒരു ബാഗാണ്. പിന്നെ ഇത് ബുക്ക് റോളാണ് കേട്ടോ. ഇത് എൻ്റെ ബുക്ക് റോളാണ്. എൻ്റെ അനിയത്തിക്കും 2 ഉണ്ട്, അവൾക്കും 2 ഉണ്ട്. അവളത് ബുക്കിലൊട്ടിച്ച് തട്ടൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടേത് കാണിക്കാത്തത്. ഇതിൻ്റെതാണ്, എൻ്റേത് മാത്രം. അടുത്തത് നെയിം സ്ലിപ്പാണ്. ഞാൻ ഷിൻചാൻ്റെ നെയിം സ്ലിപ്പാട്ടോ വാങ്ങിച്ചത്. 3 വാങ്ങിച്ചു. ഇതിൻ്റേത്, അടുത്തതും എൻ്റേത് തന്നെ. പിന്നെ കഴിഞ്ഞ കൊല്ലത്തെ നെയിം സ്ലിപ്പാണ്, യൂണിക്കോണിൻ്റെ നെയിം സ്ലിപ്പാട്ടോ. അത് ബാക്കി ഉണ്ടായിരുന്നു. 4 ഉണ്ടായിരുന്നു. 2 ഞാൻ അവളുടെ ടെക്സ്റ്റിൽ ഒട്ടിച്ച് കൊടുത്തു. ഇപ്പം 2 ഉണ്ട്. ഷിൻചാൻ്റെ നെയിം സ്ലിപ്പ് ഒരെണ്ണം ഞാൻ എൻ്റെ ബുക്കിൽ ഒട്ടിച്ചു. ഞാൻ അത് മാത്രമേ റോൾ ചെയ്തിട്ടുള്ളൂ. മറ്റേ ചട്ടൊട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തു. അടുത്തത് വന്നിട്ടൊരു പെൻസിലാണ് കേട്ടോ. ഇത് എൻ്റെ ഉപ്പ ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നതായിരുന്നു. വലിയ പെൻസിലാട്ടോ. ഇതിൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ അത്ര വലിപ്പമുണ്ട്. ഇത് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, കാരണം നല്ല തടി ഉണ്ടല്ലോ. അപ്പോൾ പിടിച്ചെയ്താൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയൊക്കെ ഓക്കെയാണ്. അപ്പം ആ പെൻസില്. പിന്നെ അടുത്തത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഇതാണ് വാട്ടർ ബോട്ടിൽ. സെർവെൽ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ വാട്ടർ ബോട്ടിലാണ് ഇത്. ഇതിൻ്റെത് ഇതാട്ടോ, ജെറ്റ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ്. അതിന് എത്ര രൂപ അതിൽ എഴുതിയിട്ടില്ല. ഇതിൻ്റെത് ജെറ്റ് ബ്ലാക്ക് എന്ന് പറയുന്നൊരു കളറാണ്. അവളുടെ മിലുവിൻ്റെതൊരു ഗ്രീൻ കളർ. പക്ഷേ ഏത് ഗ്രീനാണ് അത് ഏത് ഗ്രീനാണെന്ന് എനിക്കറിയില്ല. എന്തോ ഒരു ഗ്രീൻ അതിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ എന്താണെന്ന് ഞാൻ മറന്നുപോയി. ഇതാട്ടോ എൻ്റെ ആ ബ്ലാക്കിൻ്റെതാണ്. ഏതാ രസം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഇത് അടുത്തത് പൗച്ചാണ്. ഇത് ഞാൻ ഒരുപാട് കൊല്ലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൗച്ചാണ്. പക്ഷെ ഇപ്പോഴും ഒരു കുഴപ്പമില്ല ഇതിന്. പിന്നെ അടുത്തത് ഇതാണ് ഞങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നതാണിത്. ഇത് എൻ്റെ ഒപ്പം കൊടുക്കുന്നതാണ്. ഇതിൽ ലൈറ്റ് കത്തും കേട്ടോ. നല്ല ഒരു സ്റ്റഡി ലാമ്പോ അങ്ങനത്തെ ഒരു ലൈറ്റാണ് അതിൽ കത്തുന്നത്. അടിപൊളിയാണ്. പൗച്ചല്ല, ബോക്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി അടുത്തത് ഇൻ്റെതാണ്. ഇതാണ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത്. ഇതിൽ ഞാൻ അങ്ങനെ കബോർഡിൽ എടുത്ത് വെച്ചൊക്കെയായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി അതിൽ കുറ്റിവര ഇട്ട് വെച്ചിട്ടുണ്ട്. ആ യൂണിക്കോണിൻ്റെ ഇതുമേൽ കുറേ സ്കെച്ചായിട്ട് വരച്ചിട്ടുണ്ട്. ഞാൻ അന്ന് കണ്ടില്ല, കുറേ ദിവസം കഴിഞ്ഞിട്ട് കണ്ടത്. കുറേ അരുതി നോക്കിയത് പോകുന്നില്ല, എന്ത് ചെയ്യാനാണ്. അടുത്തത് ഷാർപ്നറാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഷാർപ്നർ. ഇതാണ് അവളുടേത്. പാക്കറ്റ് പൊട്ടിച്ചു. ഇതിന് 15 രൂപയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷാർപ്നറിന്. ഇത് വെറൈറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലുള്ളതിൽ ഏറ്റവും വെറൈറ്റിയാണത്. ഒരു കുപ്പി പോലെ. പിന്നെ അതിങ്ങനെ തുറന്നിട്ട് അങ്ങനെയാണ് ഷാർപ്പിക്കലായി തുറന്നിട്ടാണ്. അടുത്തത് എറൈസറാണ്. ഇത് 3 ഇതിൽ ഒരു ടെഡി ബിയർ, പിന്നെ ഒരു റാബിറ്റ്, പിന്നെ ഒരു യൂണിക്കോൺ ഉണ്ട്. അതോടെ യൂണിക്കോൺ. ഇതിൽ 3 12 രൂപയാണ്. ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഇത് 2 ഇത് വേറെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ ഒരു എറൈസർ ഇതിൻ്റെ അനിയത്തി വാങ്ങിച്ചതാണ്. ഞാൻ അങ്ങനത്തത് വാങ്ങിച്ചിട്ടില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് എൻ്റെ അനിയത്തി വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് എൻ്റെ എറൈസർ കളക്ഷനാണ് കേട്ടോ. ഇത് ഫുൾ എൻ്റെ എറൈസറാണ്. അപ്പം ഇതിലുള്ളത് ഫുള്ള് ഇഞ്ചതാട്ടോ. ഇതിൽ ഒരുപാടുണ്ട്. അതിൽ ഇതൊക്കെ ചിലതൊക്കെ എൻ്റെ ഇപ്പോൾ കൊടുന്നാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാനൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിൽ കണ്ടില്ലേ, ആ ഫ്രൂട്ട്സിൻ്റെതും ഈ ഐസ്ക്രീം ഉള്ളതൊക്കെ ഇതിൻ്റെ പോകുന്ന. ബാക്കിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാണ് പെൻസിൽ ഞങ്ങൾ വാങ്ങിച്ചത്. ഡോംസിൻ്റെ കളർ പെൻസിലല്ല, നോർമൽ പെൻസിലല്ല, പക്ഷേ കളർ പോലെ വരുന്ന അങ്ങനത്താണ്. ഇതിന് ഒരെണ്ണത്തിന് 6 രൂപയും ഈ സെറ്റിന് 60 രൂപയാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഷാർപ്നറും കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് പെൻസിൽ, ഡോംസ് നിയോൺ പെൻസിൽ. അതിൽ എറൈസറും വരുന്നുണ്ട്, അറ്റാച്ച്ഡായിട്ട് എറൈസറും അതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഷാർപ്നറും ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്, ക്രിസ്റ്റൽ ഷാർപ്നർ. അപ്പോൾ
അപ്പം ഈ എറൈസർ അല്ല ഷാർപ്പ് അല്ല പെൻസിൽ, ഇതിൻ്റെ ബാക്കിൽ എറൈസറാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ കളേഴ്സും കൂടി. പിന്നെ 2 പിങ്ക് ഉണ്ടായിരുന്നു, അതിലൊന്ന് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തു. അടുത്തത് എന്താ, അടുത്തത് പെന്നുകൾ ആണ്. ഞാൻ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടില്ല, സെറ്റായിട്ടല്ലാതെ രണ്ടെണ്ണീച്ചാണ് വാങ്ങിച്ചത്. ഇത് രണ്ടും ഫ്ലെയറിൻ്റെ പെനാട്ടോ. അതിൽ കാണുമ്പം വേറെ എന്തോ പോലെ തന്നെ പിങ്ക് ആട്ടോ കളറ്. പിന്നെ സെല്ലോ ടെക്നോ ടിപ്പ്, അതെനിക്ക് ഇഷ്ടമല്ല പെന്ന്. പിന്നെ ആ കടയിൽ അത് ഉണ്ടായിരുന്നുള്ളതാണ് വാങ്ങിച്ചത്. പിന്നെ ഒരു പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അതിന് 10 രൂപയാണ് വരുന്നത്. നല്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പെൻസിലാണത്. പിന്നെ അതിൻ്റെ കൂടെ അടിയിലൊരു എറൈസറും വരുന്നത് നോർമലാണല്ലോ, പെൻസിലും ഉണ്ടാവും അത്. അങ്ങനെ അത് ഞാൻ വാങ്ങിച്ചു. പിന്നെന്താണ് അവിടെ ഉള്ളത് അടുത്തത്? അപ്പോൾ ഈ പെൻസിൽ ഞാൻ കുറേ തപ്പിയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ആ കടയിൽ ഏറ്റവും മുകളിലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നോക്കിയിട്ടാണ് ഞാൻ ആ പെൻസിൽ എനിക്ക് കിട്ടിയത്. അടുത്തത് എൻ്റെ പെൻ കളക്ഷനാണ് കേട്ടോ. ഈ പെട്ടി എനിക്ക് മദ്രസയിൽ നിന്ന് കിട്ടിയതാണ്. എന്താ പറയുക, ഈ പെട്ടി കേട്ടോ. ഇത് മുഹിദ്ദീൻ മാലയ്ക്ക് പ്രോഗ്രാം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടി, ഞങ്ങളുടെ ടീമിന് അങ്ങനെ കിട്ടിയതാണ് ഈ പെട്ടി. അപ്പോൾ ഈ പെട്ടിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ എല്ലാ പെന്നുകളും വെച്ചിട്ടുള്ളത്. ഇതിൽ ഞാൻ പലതും ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അതിൽ മഷിയുണ്ട്. പലതും ഇതൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ചില ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ചില ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞാൻ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു, ബാക്കിയൊക്കെ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് മാത്രമേ ഉള്ളൂ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ചത്, ബാക്കിയൊക്കെ ദുബായിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് യൂണിക്കോണിൻ്റെ 2 എണ്ണം ഉണ്ട് കേട്ടോ. ഈ വൈറ്റും വയലറ്റും. എനിക്ക് ഇഷ്ടപ്പെട്ടത് വൈറ്റാണ്, നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താ, ഇത്രേ ഉള്ളൂ. ഞാൻ അത് പെട്ടിക്കൊക്കെ തന്നെ തിരിച്ച് വയ്ക്കുകയാണ്. നെക്സ്റ്റ് ഇത് നോക്കൂ, ഈ പെൻ നല്ല ക്യൂട്ടായിട്ടുള്ള, അതിൽ ഒരു പല ഫേസുകളാട്ടോ അതിൽ കാണിക്കുന്നത്. ആ ഒരു പെന്നിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പെന്നാണത്. ഈ കൊറിയൻസിൻ്റെ കയ്യിലുള്ള പോലത്തെ അങ്ങനത്തെ പെന്ന. അടുത്തത് കീ ചെയിനാണ്. ഇതിൻ്റെ കീ ചെയിനല്ല, ഇത് ഇതിൻ്റെ അനിയത്തിൻ്റെ കീ ചെയിനായിരുന്നു. ഇങ്ങനത്തെ കീ ചെയിൻ എനിക്കും വാങ്ങിച്ചിരുന്നു, പക്ഷെ അത് പൊട്ടിപ്പോയി. അത് കുപ്പി ആയതുകൊണ്ട് എൻ്റെ നിലത്ത് വീണാൽ പൊട്ടിപ്പോയി. ഇതിന് 25 രൂപ കേട്ടോ. അതിൻ്റെ ആ ടെഡി മരത്തെ സാധനം ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് തന്നെ കേട്ടോ, എൻ്റെ നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ളൊരു കീച്ചെയിൻ, റെസിൻ കീച്ചെയിനാണ്. നിങ്ങൾക്ക് ആ ഹലോ കിറ്റിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഇതുമ്പോൾ കാണാൻ പറ്റും എൻ്റെ കീച്ചെയിൻ്റെ ആ ടെഡി. അടുത്തത് സ്കെയിലാണ് കേട്ടോ. അതൊരു കവായി സ്കെയിലാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു സ്കെയിലാണ്. ദുബായിൽ നിന്ന് വാങ്ങിച്ചത്. 3.50 ദിർഹം, 3.15 ദിർഹംസ് ആണ്. അപ്പോൾ നല്ല കവായി സ്കെയിലാണ് കേട്ടോ. ഇത് ഡ്രീം ലാൻഡ് സെൻറ്ററോ അങ്ങനെ ആ കട, ദുബായിത്തെ ആ കടയിൽ നിന്ന് വാങ്ങിയെന്നാണ് തോന്നുന്നത്, അറിയില്ല. പിന്നെ ഇത് കുപ്പിയാണ്, ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, കാരണം നിലത്തോട്ട് വീണാൽ പൊട്ടും. പക്ഷെ നല്ല സ്ട്രോങ് ഉള്ള ഇതാണ്. പക്ഷെ എന്നാലും നിലത്ത് വീണാൽ പൊട്ടും. കാരണം എൻ്റെ അനിയത്തി ഒരു വട്ടം ഇത് നിലത്ത് കിട്ടതാണ്, പക്ഷെ പൊട്ടില്ല. നല്ല സ്ട്രോങ് ഉണ്ട്. പക്ഷെ എന്നാലും കുപ്പിയല്ല, നമുക്ക് പേടിയാകാൻ. ഉള്ളിൽ സോപ്പും വെള്ളം പോലത്തെ എന്തോ വെള്ളമുണ്ട്. അതാണ്. അടുത്തത് എന്താ, അടുത്തത് അപ്പോൾ അടുത്തതൊരു പശയാണ് കേട്ടോ. അത് ഭയങ്കര വെറൈറ്റി പശയാണ്. അപ്പം ഈ ഒരു ഗ്ലൂ ആണ്. ഇതിന് 20 രൂപയാണ് കേട്ടോ. 20 15 അങ്ങനെ എന്താണ്. ഞാൻ വിചാരിച്ചത് റോൾ ചെയ്തിട്ടുള്ള ഗ്ലൂ ആണെന്ന്, പക്ഷെ ഇത് ലിക്വിഡ് ഗ്ലൂ ആണെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ വാങ്ങിച്ചതാണ്. അടുത്തതാ എന്താണ് വേറെ, നെക്സ്റ്റ് അടുത്തത് സ്റ്റിക്കറാണ് കേട്ടോ. ഇതിൽ എഴുതിയിട്ടുള്ളത് 6D സ്റ്റിക്കർ എന്നാണ്, പക്ഷേ ഇത് 3D പോലില്ല. പിന്നെ എങ്ങനെയാണ് 6D ആകുന്നത്. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഞാൻ എന്തിനു പകരം വാങ്ങിച്ചാൽ ഞാൻ പറയേണ്ടത് ഗൈസ്. അപ്പം ഇതിന് 55 രൂപയാണ് വേറെ കടയിൽ, അവിടെ 40 രൂപയാണെന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് യൂണിക്കോൺ സ്റ്റിക്കർ, പിന്നെ സ്മൈലിൻ്റെ സ്റ്റിക്കർ. ഇതിനേക്കാൾ ഒരുപാട് മുമ്പുള്ളതാണ്. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതിലൊന്നും പോലും ഉപയോഗിച്ചിട്ടില്ല. കാരണം എൻ്റെ അനിയത്തിയാണ് ഇതിൽ നിന്ന് ഫുള്ള് എടുത്ത് കൊണ്ടുപോയത്. അതുകൊണ്ട് ഫുള്ള് ഇതാക്കിയിട്ട് അടർത്തിയിട്ടിട്ട് പിന്നെ ഒരു 2 ഒട്ടിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും ഒട്ടണില്ല. പിന്നെ ഇതിൻ്റെ കയ്യിൽ എൻ്റെ ഇപ്പോൾ കൊടുന്ന ഡയറിയാണ്, യൂണിക്കോൺ ഡയറി ആട്ടോ. അതിൽ ഞാൻ ഉപയോഗിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേജ് ഉപയോഗിച്ചിട്ടുണ്ട്, കുറേ പേജൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുണ്ട്. അടുത്തതൊരു ഇതും ഡ്രീം ലാൻഡ് സെൻറ്ററിൽ നിന്ന് വന്ന ഷോപ്പിൽ നിന്ന് വെച്ചത്. ഇതിന് 8.95 ദിർഹംസാണ്. ഇത്രയൊന്നും എനിക്കറിയില്ല. ഇതിൽ 24 കളേഴ്സ് ഉണ്ടാവും.
സീഷു എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ കമ്പനി ഞാൻ തോന്നുന്നറിയില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ സ്റ്റാമ്പും ഉണ്ട് കേട്ടോ. എന്താ മറ്റേ സ്കെച്ച് വിത്ത് സ്റ്റാമ്പാണ് ആ ഒരു ഇത്. പിന്നെ കളർ പെൻസിൽ. അടുത്തത് ഡോംസ്. ഇതിൻ്റെ അനിയത്തി വാങ്ങിച്ചത് വാക്സ് ക്രയോൺസ്. ഇതിന് എത്രയാണ് രൂപ? 20 രൂപയാണോ? 20 രൂപയാണ്. അപ്പം ഇതിന് പകരമായിട്ടാണ് ഞാൻ ആ സ്റ്റിക്കർ വാങ്ങിച്ചത്. ഇതിൻ്റെ അനിയത്തി വാങ്ങിച്ചതുകൊണ്ടാണ് ഞാൻ ആ സ്റ്റിക്കർ വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കലുണ്ടാവില്ല. അപ്പോൾ അത് അവൾ വാങ്ങിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇത് വാക്സ് ക്രയോൺ കേട്ടോ. ഇതിൻ്റെ മണമാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലോടാണല്ലോ, എന്തായാലും ക്രയോൺസ് അവൾക്ക് ആവശ്യമുണ്ടാവും, അങ്ങനെ വാങ്ങിച്ചത്. അടുത്തത് സ്ലാബ് ലെയർ. അതൊക്കെ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം അല്ലെങ്കിൽ ആവശ്യം വരുന്നൊരു കാര്യമാണ് സ്ലാബ് ലെയറും സിസേഴ്സും. ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നതാണ് സിസേഴ്സും. ഇതിൻ്റെ ഒപ്പം കൊടുക്കുന്നതായിട്ടൊരു ബ്ലാക്ക് കളർ, നല്ല സുഖമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകാൻ. അപ്പം അതുണ്ട്. പിന്നെ നാനോ ടേപ്പാണ്. ഇത് ഞാൻ പറഞ്ഞ താത്ത വാങ്ങിച്ചു തന്നതാണ്. ഇതിൻ്റെ കൂടെ ഊതുന്ന, ഞാൻ പമ്പറെന്ന് പറയുന്നത്, അതുമുണ്ട്. പിന്നെ ഗ്ലിറ്റർ ആണോ സീക്വൻസ് ആണോ എന്നൊന്നും അറിയില്ല, ആ സംഭവം അതിൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഞാനിവിടെ വീഡിയോ കട്ട് ചെയ്തിട്ട് അടുത്തതായിട്ട് എടുത്ത വീഡിയോ കേട്ടോ. അത് ഞാൻ മറന്നു, വീഡിയോ അവസാനിച്ചെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആ ബുക്ക് എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. എനിക്ക് ബുക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സ്കൂളിൽ നിന്നാണ് ബുക്ക് കിട്ടുക. ഞാൻ നോട്ട് ബുക്ക്സ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഞാൻ വാങ്ങിച്ചത് ക്ലാസ്മേറ്റ്, ക്യാംലിൻ, അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡ് DPO, CP എന്നാണ്. അങ്ങനെ 3 ബ്രാൻഡിൻ്റെ. ഇതും പ്രിൻസസിന് 2 വാങ്ങിച്ചത്. പക്ഷെ ഞാൻ അതിൻ്റെ ഭംഗി കൊണ്ട് വാങ്ങിച്ചതാണ്. പക്ഷേ അത് ലൈനില്ലാത്ത ബുക്ക്, എനിക്ക് ലൈനുള്ളതാണ് വേണ്ട. പിന്നെ സ്ലൈമിൻ്റെ കേട്ടോ. ഇത് മാത്സിനും സയൻസിനും വാങ്ങിച്ചതാണ്. ക്യാംലിൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 3 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ക്യാംലിൻ്റെ ബുക്ക്. ഇനി DP എവിടെ? CP അതിൻ്റെ ബുക്ക് അവിടെ പോയി കാണിക്കാതെ അല്ല, ഇതല്ല കാണിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. പിന്നെ ഇതും നല്ല ഭംഗിയുണ്ട്. എല്ലാത്തിൻ്റെയും ബാക്കിൽ കളിക്കാനുണ്ടാവും. പിന്നെ നല്ല നീറ്റ് ഫ്രഷ് വൈറ്റ് പേജുകൾ, അതാണ് എനിക്കിതിൽ ഈ ക്ലാസ്മേറ്റും ക്യാംലിനൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമാവാൻ കാരണം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങനെ വാങ്ങിച്ചത്. അതുപോലെ തന്നെ CP ഇതിൻ്റെയും ഫ്രണ്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ പേജസ് ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.